ഇന്നൊരു അവൽ മിക്സറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അവൽ ഡീപ്പ് ഫ്രൈ ചെയ്യാതെ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കുന്ന രീതിയാണ്. കടലമാവിൻ്റെ മിക്സർ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. നമുക്കിഷ്ടമുള്ള നട്ട്സ് നമുക്കിഷ്ടമുള്ള അളവിൽ കൂടുതൽ ചേർത്തുകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു മിക്സർ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 കപ്പോളം അവൽ എടുത്തിട്ടുണ്ട്. ഏറ്റവും കനക്കുറവുള്ള അവൽ വേണം എടുക്കാനായിട്ട്. ഒരു വല പാത്രത്തിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുടഞ്ഞെടുക്കുക. അതിനകത്തുള്ള പൊടിയെ പിന്നെ അതുപോലെ 1-2 നെല്ലൊക്കെ കാണും, അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ചൂട് കട്ടിയുള്ളൊരു കടയിൽ ഒരു 3-4 സ്പൂണ് എള്ള് ചേർത്തിട്ടുണ്ട്, കറുപ്പെള്ള്. അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. എള്ള് നന്നായിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും കടായിൽ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് വേണമെന്ന് നിർബന്ധമില്ല, വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണേലും ഒഴിക്കാം. ഒരു 1/4 കപ്പോളം കപ്പലണ്ടി ചേർത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് വറുത്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന നട്ട്സിനൊന്നും പ്രത്യേകിച്ച് ഒരളവുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഏതാണോ കൂടുതൽ ഇഷ്ടം അത് കൂടുതലായിട്ട് ചേർക്കുക. ഇതെല്ലാം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. വീണ്ടും കടായിൽ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഇച്ചിരി നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, പക്ഷെ അത് കനം കുറഞ്ഞാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ചെറു തീയിലിട്ട് നന്നായിട്ട് ഇളക്കി, നല്ല ബ്രൗൺ ആക്കണ്ട, ഒരല്പം ഒന്ന് ബ്രൗൺ ആകാൻ തുടങ്ങിയാൽ മതി. വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. തേങ്ങാക്കൊത്തെങ്കിലും നെയ്യിൽ വറുത്തെടുക്കാനായിട്ട് നോക്കുക. ഒരുപാട് ബ്രൗൺ ആയി പോകരുത്, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോഴത്തേന് കോരി മാറ്റാം. കടയിൽ തന്നെ നെയ്യുണ്ട്, ഇനി വേറെ ഒഴിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കശുവണ്ടി ചേർക്കുക. അതുകൂടെ ഒന്ന് ചെറുതീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നട്ട്സെല്ലാം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. പലതിനും പല സമയമാണ് വേണ്ടി വരുന്നത്. കാഷ്നട്ടും ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന എണ്ണയിലോട്ട് തന്നെ പൊട്ടുകടലയാണ് ചേർക്കുന്നത്. അതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതും ചെറുതീയിൽ തന്നെ ഇതുപോലെ മൂപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കണം. ഈ ചേർക്കുന്ന തന്നെ ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് ചിലവർക്ക് പൊട്ടുകടല ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതോടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചേറെയായിട്ട് ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട്. ഉണക്കമുന്തിരിയുടെ ആ പുളിപ്പ് ചേർന്നൊരു മധുരം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ കറുപ്പും ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക. മിക്സറിൻ്റെ ഇടയിൽ ഇങ്ങനെ കറുപ്പ് കറുപ്പായിട്ട് കാണുന്നത് നല്ല ഭംഗി കൂടിയാണ്. അതോടെ വറുത്ത് മാറ്റി വയ്ക്കുക. ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന നട്ട്സ് എല്ലാം ഇപ്പം ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. ആ 3 കപ്പ് അവലാണ് ചേർക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, അവലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സിൽ ഒരു 5 കപ്പ് അവൽ വരെ ചേർക്കാം. അവലിനി ചെറു തീയിൽ തന്നെ ചൂടുകട്ടിയുള്ള പാത്രത്തിൽ ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. എല്ലാ അവലും ഒരുപോലെ നല്ല ക്രിസ്പി ആകണം. ഞാൻ പറഞ്ഞുവല്ലോ, ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, അതിന് പകരം ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അവലൊന്ന് കൈകൊണ്ട് വാരിയെടുക്കാൻ നോക്കുമ്പോൾ നല്ല ചൂടായിരിക്കും. അതാണ് ഇതിൻ്റെ പരുവം. ഞാൻ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ കടായിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 3-4 പച്ചമുളകാണ്. കൂടെ തന്നെ 1/4 സ്പൂണോളം ഇഞ്ചി, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി ഇവിടെ ചേർക്കുക. ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളി വരാനായിട്ട് തുടങ്ങും. പച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ട കുറേയേറെ കറിവേപ്പില ചേർക്കുക. വീണ്ടും ആ കറിവേപ്പില നല്ലോണം ഒന്ന് ക്രിസ്പി ആവട്ടെ. കറിവേപ്പിലയും നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയുടെ ആ നടുക്കോട്ട് ഇനി ഒരല്പം കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. അല്പമല്ല, ഒരു 1/4 സ്പൂണോളം ചേർക്കണം. കായപ്പൊടിയുടെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും, ഒരു മണവും കൊടുക്കും. അതുകൊണ്ട് എണ്ണയ്ക്കകത്തിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുക. കായപ്പൊടി അതുപോലെ ചൂടെണ്ണയിൽ തന്നെ ചേർത്ത് ഇളക്കണം. പിന്നീട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാകും, ആ ഒരു ഫ്ലേവർ കിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറു തീ ചെയ്യണം.
ഇനി അവലാണ് ചേർക്കുന്നത്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മഞ്ഞ കളറ് അവലിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ചെറുതായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ വീണ്ടും അവൽ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആവും, നല്ല ചൂടായി വരികയും ചെയ്യും. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഉപ്പാണ്. ഇനി മുളക് പൊടി ചേർക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. വീണ്ടും ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചാട്ട് മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചാട്ട് മസാല ചേർക്കാവുന്നതാണ്. ഞാനിതിലിപ്പോൾ ചേർക്കുന്നില്ല. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വറുത്ത് വച്ചിരിക്കുന്നതെല്ലാം ചേർക്കാം. ഇനി 1 സ്പൂൺ പഞ്ചസാര പൊടിച്ചാണ് ചേർക്കുന്നത്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര പൊടിച്ചത് കൊണ്ട് ഈ മിക്സർ ഭയങ്കര മധുരമായിരിക്കുമെന്ന് ഇപ്പം വിചാരിക്കരുത്. മധുരം ഒന്നും അറിയത്തേയില്ല, ബാലൻസ് ആകാൻ വേണ്ടി ചേർത്താണ്. ഇനി 1 സ്പൂൺ കൂടെ ചേർത്താൽ മാത്രമേ കുറച്ചൊക്കെ മധുരം ഇതിനകത്ത് ഈ മിക്സറിനകത്ത് അറിയത്തുള്ളൂ. അങ്ങനെ കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ മധുരം ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ലൈറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ 1 സ്പൂൺ കൂടെ പഞ്ചസാര പൊടി ചേർത്തിട്ടുണ്ട്. എനിക്ക് അല്പം വേണമെന്ന് തോന്നി, ഉപ്പൂടെ വേണമെന്ന് തോന്നി, ഉപ്പൂടെ വീണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ 2 കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി അത് ആ നട്ട്സിൻ്റെ കൂടെ ഇടേണ്ടതായിരുന്നു. ഞാനതങ്ങ് ആ സമയത്ത് വിട്ടുപോയതാണ്. നല്ലവണ്ണം അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. തീ കൂട്ടി വെക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 സ്പൂൺ നെയ്യ് ചേർത്തിളക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തരികയാണ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒന്നുകൂടി ഇത് ക്രിസ്പി ആകും. അതായത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. നല്ലവണ്ണം തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് എത്ര ദിവസത്തിന് വേണേലും സൂക്ഷിക്കാവുന്നതാണ്. കടലമാവൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് പറ്റിയ നല്ലൊരു മിക്സർ റെസിപ്പി കൂടിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷനൊന്ന് ടിക്കാക്കി ഇടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.